വിദ്യാർത്ഥികൾ അതിയായി കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ. ഇതിൻ്റെ റിസൾട്ട് അടുത്ത് തന്നെ വരും. അതിനു മുമ്പായി ചില കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചു വെക്കുക മനസ്സിൽ തന്നെ. റിസൾട്ട് എന്ത് തന്നെ ആണെങ്കിലും 4ാം സെമസ്റ്ററിലെ ഏതെങ്കിലും 1-2 സപ്ലിക്കുള്ള വിദ്യാർത്ഥികൾ ജൂൺ 19 മുതലുള്ള പരീക്ഷകൾ ഞാൻ എഴുതിയിരിക്കും. 6ാം സെമസ്റ്റർ റിസൾട്ട് ഉദ്ദേശിച്ച പോലെ വന്നില്ല, 1-2 വിഷയത്തിൽ വീണ്ടും തോറ്റു, അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സ് ഡിപ്രസ്ഡ് ആവാൻ സാധ്യത കൂടുതലാണ്. എനിവേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. 4ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷകൾ എഴുതിയിരിക്കുക. സാധാരണയായി റിസൾട്ട് വന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും വരാറുണ്ട്. അത് സമയബന്ധിതമായി വാങ്ങിക്കാൻ ശ്രമിക്കണം. പിന്നെയുള്ളത് നിങ്ങൾക്ക് 6ാം സെമസ്റ്ററിൽ മാർക്ക് കുറവാണെങ്കിൽ റിവാലുവേഷൻ സ്ക്രൂട്ടിനി ദെൻ പേപ്പർ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. അതിനുള്ള ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ദെൻ ഫൈനലി റിസൾട്ടും പ്രൊവിഷണൽ ആൻഡ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. അടുത്തുള്ള ജനസേവാ കേന്ദ്രമോ സ്റ്റുഡൻറ്റ് സർവീസ് ഹബ്ബോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, വേറൊരു കാര്യത്തിന് വന്നാൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. പല വിദ്യാർത്ഥികളും പലപ്പോഴായി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ ഹയർ സ്റ്റഡീസിന് പോകുന്നില്ലല്ലോ, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 4, 5, 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്ര പൈസ പെനാൽറ്റി അടയ്ക്കാൻ പറയും. അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ആയതുകൊണ്ട് കൺസോളിഡേറ്റഡ് ആൻഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.